മണ്ടന്മാരെ മാത്രം ചേർത്ത് പിടിക്കുന്ന ഒരു പാർട്ടിയാണ് BJP പാർട്ടി എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു ഡൗട്ടുമില്ല. ഇതുപോലൊരു സാഹചര്യത്തിൽ ഒരു ഇലക്ഷൻ പ്രചാരണത്തിൽ ലോകപ്രശസ്ത മണ്ടത്തരം പറഞ്ഞുകൊണ്ട് ചാണക അവാർഡ് വരെ കരസ്ഥമാക്കിയ ഒരു BJP സ്ഥാനാർത്ഥിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ BJP സ്ഥാനാർത്ഥിയുടെ മണ്ടത്തരം കേട്ടിട്ട് ഇതിനു മുന്നിൽ ചിരിച്ചവരിവിടെ ഉണ്ടാകാം. എങ്കിലും കുഴപ്പമില്ല, ഒന്നും കൂടി ചിരിച്ചോളി. അത് പാലിക്കുക തന്നെ ചെയ്യും. തീർച്ചയായും ജയിക്കുകയാണെങ്കിൽ സുൽത്താൻ ബത്തേരിയിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ കൊണ്ടുവരുമോ? തീർച്ചയായും റെയിൽവേ ആണെങ്കിൽ പിന്നെ റെയിൽവേ സ്റ്റേഷൻ വേണ്ടേ? തീർച്ചയായും വയനാടിന് വലിയ വികസനം ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായും വികസനം വരുമല്ലോ. നമുക്ക് കൂടുതൽ യാത്രാ സൗകര്യവും ചരക്ക് അങ്ങനെയുള്ള വികസനം കൊണ്ടുവരും. തീർച്ചയായും ബത്തേരിയെ മാറ്റിമറിക്കുക തന്നെ ചെയ്യും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് BJP സ്ഥാനാർത്ഥികളുടെ ഗുണനിലവാരം എന്ന് പറയുന്നത്. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്ന് പറയുന്നത് പോലെ സ്വന്തം കീസ് വീർപ്പിക്കാൻ വേണ്ടി മാത്രം സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നു. കേരളത്തിൽ എത്ര ജില്ലകളുണ്ട്? ആ ജില്ലകളുടെ എല്ലാം ഭൂമിശാസ്ത്രം എന്താണെന്ന് പോലും അറിയാത്ത ഇതുപോലുള്ള ലോകപ്രശസ്ത മണ്ടത്തരങ്ങൾ പറയുന്നു. വയനാട് റെയിൽവേ സ്റ്റേഷൻ കൊണ്ടുവരും പറയുന്ന അമ്മച്ചി, നിങ്ങൾ അവിടെ കടൽ കൂടി കൊണ്ടുവരുമെന്ന് പറയാത്തത് വലിയൊരു ഭാഗ്യമായി പോയി. തല വെയിൽ കൊള്ളിക്കണ്ട. കാരണം ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് സാഹിബിന് പോലും തോന്നാത്ത അതിഭയങ്കര ബുദ്ധിയാണ് അമ്മച്ചിൻ്റെ തലക്കകത്തുള്ളത്. സൂക്ഷിക്കണം കേട്ടോ, കഷ്ടം.